വയനാട് ചുണ്ടയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അപകടത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ വഴിത്തിരിവ്. ചുണ്ടയിൽ സ്വദേശി നവാസിനെ വ്യക്തിവൈരാഗ്യത്താൽ മനഃപൂർവ്വം അപകടമുണ്ടാക്കി കൊലപ്പെടുത്തിയെന്നാരോപിച്ച് ബന്ധുക്കൾ വൈത്തിരി പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസമാണ് നവാസ് സഞ്ചരിച്ച ഓട്ടോറിക്ഷയും നിലമ്പൂർ സ്വദേശി സുബിൽ ഷാ ഓടിച്ച ഥാർ ജീപ്പും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് സുബിൽ ഷാ നടത്തുന്ന ഹോട്ടൽ നാട്ടുകാർ തല്ലിത്തകർത്തു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ചുണ്ടയിൽ എസ്റ്റേറ്റ് റോഡിൽ ഥാർ ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം നടന്നത്. അപകടത്തിൽ നവാസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. എന്നാൽ അപകടം ആസൂത്രിത കൊലപാതകമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മരിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറായ നവാസും ഥാർ ഓടിച്ചിരുന്ന സുബിൽ ഷായും തമ്മിൽ വൈരാഗ്യമുണ്ടായിരുന്നു. ഇരുവരുടെയും സ്ഥാപനങ്ങൾ റോഡിന്റെ ഇരുവശത്തായാണ് പ്രവർത്തിക്കുന്നത്. അപകടമുണ്ടായത് ഇരുവാഹനങ്ങൾക്കും ദൂരക്കാഴ്ച കിട്ടുന്ന സ്ഥലത്താണ്. അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടു താഴെ കാത്തുനിന്ന സുബിൽ ഷാ നവാസിനെ വിളിച്ചുവരുത്തി ഓട്ടോറിക്ഷയിൽ നേരിട്ട് ഇടിക്കുകയായിരുന്നുവെന്ന് ബന്ധു റഷീദ് പറയുന്നു. ഗൂഢാലോചന ഭാഗമായിട്ടുള്ള ഒരു മർഡർ ആക്സിഡൻ്റാണ് എന്നാണ് നമ്മളിത് കണ്ട് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ പ്ലാൻ ചെയ്ത് കറക്റ്റ് ഇതിൻ്റെ പുറകിൽ ഒരു ചെയ്ത വ്യക്തി മാത്രമല്ല, ഇതിൽ ഗൂഢാലോചനയിൽ പല വ്യക്തികളും ഇൻവോൾവ് ആണ്. അപകട മരണത്തിൽ പ്രതിഷേധിച്ച് സുബിൽ ഷായുടെ ചുണ്ടേൽ ടൗണിലെ ഹോട്ടൽ നാട്ടുകാർ തകർത്തു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടു. നേരിട്ട് കൊണ്ടുവന്ന് ആ വണ്ടിയെ ഇടിച്ച് തകർത്ത് ആളെ അപായപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതായിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് നാട്ടുകാർ എന്നുള്ള നിലക്കും സുഹൃത്തുക്കൾ എന്നുള്ള നിലക്കും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം തന്നെ വേണം. കേവലം ഒരു ആക്സിഡന്റ് കേസ് എന്ന് പറഞ്ഞ് അതിനെ എഴുതിത്തള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. നവാസിനെ കാത്തുനിൽക്കുന്ന സുബിൽ ഷായുടെ വാഹനം കണ്ടുവെന്നും ഫോൺ വന്നതിനു ശേഷം വേഗത്തിൽ പോകുകയും ഇതിനുശേഷമാണ് അപകടമുണ്ടായതെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറായ ബേബി പറയുന്നു. എവിടുന്ന് ഒരു കോള് വന്ന പോലെ പെട്ടെന്ന് എണീറ്റ് പോകുന്നു. അപ്പോൾ ഞാൻ പേപ്പർ വായിച്ചിട്ട് നമുക്ക് വണ്ടി എടുത്ത് പോയി. ജസ്റ്റ് 2 പെണ്ണുങ്ങൾ വന്ന് എൻ്റെ വണ്ടിയിൽ കയറി. ആ വണ്ടി എടുത്ത് ഞാൻ വരുമ്പോൾ 600 മീറ്റർ 1.5 കിലോമീറ്റർ അടിച്ചുകൊണ്ട് 600 മീറ്ററിനുള്ളിൽ ഞാൻ പുറകിൽ വരുമ്പോഴേക്കും അവിടെ അടി കഴിഞ്ഞു. ആ അടി വണ്ടി തിരിച്ചിട്ട് ഇവൻ ഫോൺ ചെയ്ത് നിൽക്കുക. എനിക്കറിയില്ലായിരുന്നു, അന്ന് അപ്പം അടിക്കരുത് ഞാൻ. പോലീസ് കസ്റ്റഡിയിലെടുത്ത സുബിൽ ഷാ നിലവിൽ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ബന്ധുക്കളുടെ പരാതി ലഭിച്ചെന്നും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ കൊലപാതകമാണോ എന്ന് പരിശോധിക്കുമെന്നും വൈത്തിരി പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, വയനാട്.